കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ താരമാണ്. വ്ലോഗും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അവർ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. യൂട്യൂബ് ചാനലുകൾക്കും അഭിമുഖങ്ങൾക്കും നൽകാറുണ്ട്. തനിക്ക് മുന്നിൽ മൈക്കുമായി എത്തുന്നവരെ നിരാശപ്പെടുത്താറില്ല. രേണു പറയുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും വിവാദമായി മാറിയിട്ടുമുണ്ട്. വീടിനെക്കുറിച്ച് കിച്ചു പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു. അവൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. 21 വയസ്സായ അവന് പ്രായപൂർത്തിയായ കുട്ടിയാണ്. അവൻ്റെ അഭിപ്രായം അവൻ പറയട്ടെ. എൻ്റെ അഭിപ്രായം ഞാനും പറയും. അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ മോൻ എല്ലാമായിരുന്നല്ലോ. മോൻ എൻ്റെ മോനല്ലാതാവുമോ? അവൻ എൻ്റെ മോനാണ്. ഞാനും കിച്ചുവും അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞ് കുറേ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും അമ്മയും മകനും തന്നെയാണ്. കിച്ചുവിനെ ഞാൻ കുറച്ചു മുമ്പ് വരെ വിളിച്ചിരുന്നു. കിച്ചു താമസിക്കാൻ വരുമ്പോഴെല്ലാം ശരിയായി കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോഴും ലീവിന് വരുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. എപ്പോൾ നന്നാക്കി കൊടുക്കുന്നു എന്നത് പുള്ളിയുടെ ഇഷ്ടമല്ലേ. അതേക്കുറിച്ച് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും വീടാണത്. എനിക്ക് യാതൊരുവിധ അവകാശവുമില്ല. എൻ്റെ പേരൻസ് പ്രായമായി വരികയാണ്. അവർക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല. ഞാൻ ഈ ഷൂട്ടിങ് കാര്യങ്ങളുമൊക്കെ പോകുമ്പോൾ എൻ്റെ ഇളയ മകനെ നോക്കണം. അവനെ നോക്കാൻ വേറൊരാളുമില്ല. എൻ്റെ അച്ഛനും അമ്മയും അവനെ നോക്കിക്കോളും. പൈസ കൊടുത്ത് ഒരാൾ നിർത്തേണ്ടതില്ല. അതാണ് അവർ അവിടെ നിൽക്കുന്നത്. അതിൽ ആർക്കാണ് എന്താണ് പ്രശ്നമെന്ന് രേണു ചോദിക്കുന്നു. ഇളയ മകന് 18 വയസ്സായി കഴിഞ്ഞാൽ ആ വീട് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ കഴിയും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവന് 18 കഴിയാതെ അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ സൗകര്യമില്ല. ഇനി ആരൊക്കെ അവളുമാർ വന്നാലും അതിനു മുമ്പ് അവിടെ നിന്നും ഇറങ്ങില്ല. അതിനിടയിൽ ഞാൻ വീട് വയ്ക്കുമായിരിക്കുമെന്നും രേണു പറഞ്ഞിരുന്നു. എയർപോർട്ടിൽ നിന്നും ലൈവായി വിളിച്ചപ്പോൾ കിച്ചു ഫോൺ എടുത്തിരുന്നു. രേണു പറഞ്ഞതിന് തിരിച്ച് മറുപടി നൽകിയിരുന്നു. മക്കൾക്ക് വീട് നൽകിയതിന് ഫിറോസിക്കയോട് നന്ദിയുള്ളവരാണ് ഞാൻ. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ട സമയം വന്നതുകൊണ്ടാണ് അവിടെ ചോർന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീട് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചോർന്നുണ്ടെന്ന് പറഞ്ഞ് അവർ തന്നെയാണ് വിവാദമാക്കിയത്. എൻ്റെ മനസ്സിലൊന്നും നൽകിയില്ല. അതുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു. അതോടെയാണ് എല്ലാവരും എന്നെ എടുത്തിട്ട് അലക്കിയത്. കിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു കിച്ചുവിനെ എന്തെങ്കിലും പറയുമെന്ന്. എല്ലാവരും ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ല. കിച്ചുവിനെ ധരിപ്പിക്കാനായി കുറേ പേർ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. രേണു പറഞ്ഞത് കൃത്യമായ മറുപടി തന്നെ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.